നമസ്കാരം. മൈൻഡ് വിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിയായ ഉറക്കം കിട്ടാനുള്ള ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിലൊന്നാമത്തേത്, സ്ഥിരമായിട്ട് നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. അതായത് എപ്പോഴും ഒരേ സമയത്ത് ഉറങ്ങുക, ഒരേ സമയത്ത് എഴുന്നേൽക്കുക. ഇപ്പോൾ നിങ്ങൾ 10 മണിക്ക് കിടക്കുന്നത് 6 മണിക്ക് എണീക്കുന്നെങ്കിൽ എല്ലാ ദിവസവും 10 മണിക്ക് കിടക്കണം, 6 മണിക്ക് എഴുന്നേൽക്കണം. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ക്ലോക്ക് അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, ബോഡി റിഥം. അപ്പോൾ എല്ലാ ദിവസവും 10 മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരും, 6 മണിക്ക് എണീക്കുകയും ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉറക്കം വരും, ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുകയും ചെയ്യാം. അപ്പോൾ ആ ബയോളജിക്കൽ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കാരണം ആ ഉറക്കത്തിൻ്റെ സ്ലീപ്പ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി സ്ലീപ്പായിരിക്കും. രണ്ടാമെന്ന് പറയുന്നത് സ്ക്രീൻ. നമ്മൾ ഈ മൊബൈൽ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ടാബ് എല്ലാത്തിനും വരുന്ന ലൈറ്റ് നമ്മുടെ കണ്ണിൽ കയറിയിട്ട് മെലറ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് ഹോർമോണിനെ സപ്രസ് ചെയ്യും. അപ്പോൾ ഈ മെലറ്റോണിൻ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് സപ്രസ് ചെയ്യുന്ന കാരണം നമുക്ക് പലരും മൊബൈൽ കണ്ടിട്ട് ബെഡിലോട്ട് അങ്ങ് ഉറങ്ങുക ചെയ്യുന്നത്. അതുവരെ ലാസ്റ്റ് മൊമെൻറ്റ് വരെ മൊബൈൽ കാണും, അല്ലെങ്കിൽ ടാബിനകത്തോ കമ്പ്യൂട്ടറിലോ ഒക്കെ നോക്കിയിരിക്കും. അപ്പോൾ ഉറങ്ങുന്നതിനൊരു മിനിമം ഒരു 1.5-2 മണിക്കൂർ മുമ്പേ മൊബൈലിൻ്റെ കാണുന്നത് ഒഴിവാക്കുക, അത് മാറ്റി വയ്ക്കുക. മൂന്നാമത്തേത് ഫുഡാണ്. ഫുഡ് നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇതൊരിക്കലും പാടില്ല. വയറ് നിറച്ച് ഫുഡുമായിട്ട് കിടന്ന് ഉറങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു ഉറങ്ങുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പ്, 2.5 മണിക്കൂർ മുമ്പ്, ഇപ്പോൾ 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ ഒരു 7:30 ആകുമ്പോൾ ഫുഡ് കഴിച്ച് നിർത്തുക. അപ്പോൾ ഏതാണ്ട് ദഹനം പൂർത്തിയാവും. അപ്പോൾ തീർത്തങ്ങ് വിശക്കാനും പാടില്ല. അത് കഴിഞ്ഞാൽ അല്പം നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ഒക്കെ അല്പം കഴിക്കാം. അപ്പോൾ ഒരുപാട് വയറ് നിറഞ്ഞിരിക്കാനും പാടില്ല, ഒരുപാട് വിശക്കാനും പാടില്ല. അപ്പോൾ നേരത്തെ ഫുഡ് കഴിക്കുക. ആഹാരത്തിനൊരു മിനിമം 2-2.5 മണിക്കൂർ മുമ്പേ ഫുഡ് കഴിക്കുന്നത് ഒരു ശീലമാക്കിയാൽ നമുക്ക് ആ ഫുഡ് വയറ്റിൽ ദഹനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടത്തില്ല. അപ്പോൾ ദഹനം ഓൾമോസ്റ്റ് പൂർത്തിയായിട്ട് വേണം നമ്മൾ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഒരു 10 മണിക്ക് കിടക്കുന്ന ആളാണെങ്കിൽ ഒരു 7-8 മണിക്ക് അടുപ്പിച്ച് ഫുഡ് കഴിക്കുക. നാലാമത്തെന്ന് പറയുന്നത് നമ്മുടെ സംസാരം. ഈ സംസാരവും നമ്മൾ മറ്റുള്ളവരുടെ സംസാരം കേൾക്കുന്നതും നമ്മുടെ ബ്രെയിനിനെ അലർട്ടാക്കും. അപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ നാക്ക് വർക്ക് ചെയ്യുന്നു. പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ബോധമനസ്സുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലെ നാക്ക്, ചെവി, നമ്മൾ മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കുന്നു. അതുപോലെ നല്ല ലൈറ്റ്, വലിയ പ്രകാശത്തിൽ ഇങ്ങനെ അവസാന നിമിഷം വരെ നിന്നിട്ട് ഉറങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അപ്പോൾ കഴിയുന്നതും ഈ സംസാരം വളരെ കുറയ്ക്കുക, ഫോൺ കാൾ കുറയ്ക്കുക, മറ്റുള്ളവരുടെ സംസാരം കേൾക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഫോൺ ഏതാണ്ട് ഒരു 1-1.5 മണിക്കൂർ മുമ്പേ സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനായിട്ട് നല്ലത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പകൽ സമയത്തുള്ള എക്സർസൈസാണ്. അപ്പോൾ പകൽ സമയത്ത് രാവിലെ നമ്മൾ മോർണിംഗ് എക്സർസൈസ്, വെയിൽ കൊള്ളുകയും എക്സർസൈസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് സെറട്ടോണിൻ പോലുള്ള നല്ല ഹാപ്പി, എൻഡോർഫിൻ അതുപോലെയുള്ള നല്ല ഹാപ്പി ഹോർമോൺസ്, നമ്മുടെ മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആയിട്ടുള്ള നല്ല ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. ഇത് ഉറക്കത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഉറക്കം കിട്ടുന്ന ആർക്കാണെന്ന് വെച്ചാൽ പകൽ സമയത്തൊക്കെ നല്ല എക്സർസൈസ് ചെയ്യുന്നവർക്കാണ്. പരമാവധി ബോഡി എക്സർസൈസ് ഉള്ളവർക്ക് നല്ല സുഖകരമായ ഉറക്കം കിട്ടും. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കമൻസിലിടുക, തീർച്ചയായിട്ടും മറുപടി നൽകും. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.